2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മൂന്നാം തവണയും LDF തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുകോട്ട. ആ പ്രതീക്ഷയിലേക്ക് എത്താൻ പ്രാപ്തമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെയും ജനവിധിയിൽ നിന്ന് ഇടതുമുന്നണി വായിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഉത്തമ പ്രതീക്ഷയിലുമാണ്. എന്നാൽ അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും 2026 ഭരണ തുടർച്ച നേടും എന്ന വിലയിരുത്തലിൽ തന്നെ ഇടതുമുന്നണി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഭരണ തുടർച്ചയെ ഭയപ്പെടുന്നവരും ഇടതുകോട്ടയിൽ തന്നെയുണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു കൗതുകം. ഒരർത്ഥത്തിൽ തുടർഭരണം എന്നത് വലിയ കുരുക്കാണ് എന്നാണ് ഇക്കൂട്ടരുടെ വാദം. ആ കുരുക്കിൽ വീണ്ടുപോയ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ ആകെ മൊത്തം വ്യാപിച്ചു കിടന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. മിക്ക സംസ്ഥാനങ്ങളിലും അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ കോൺഗ്രസിന്റെ പതനം അത് ഭരണ തുടർച്ച മൂലമാണ് എന്നാണ് ഇവർ ചേർത്ത് വായിക്കുന്നത്. മറ്റു ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ പശ്ചിമ ബംഗാളിൽ വർഷങ്ങളോളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നിപ്പോൾ ക്ഷയിച്ച് ഇല്ലാതായിരിക്കുകയാണ്. ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇതേ വഴിയിൽ തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇടതുപക്ഷത്തുള്ളവർ പോലും ഭരണ തുടർച്ച കുരുക്കായി മാറുമെന്ന ആശങ്ക പങ്കുവച്ചിരുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. മാത്രമല്ല 90% പേരും ഭരണ തുടർച്ച പ്രതീക്ഷിച്ചതുമില്ല. രാഷ്ട്രീയ ഗവേഷകരുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണ സംവിധാനം തന്നെയാണ് നല്ലത് എന്ന് അവർ പലപ്പോഴായി വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. തുടർഭരണം വരുന്നില്ല എങ്കിൽ മുന്നണിയെയും ഘടക കക്ഷികളെയും ജനങ്ങൾ വെറുക്കുന്നില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർഭരണം വന്നു കഴിഞ്ഞാലോ അലസന്മാരും മടിയന്മാരുമായി നേതാക്കൾ മാറുമെന്ന് ജനങ്ങൾക്കുള്ളിൽ തന്നെ തോന്നലുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ രണ്ടാം വരവിന് കാരണം ശക്തമായ പ്രതിപക്ഷ അഭാവമായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ മൂന്നാം തവണയും ഇടതു സർക്കാർ തന്നെ അധികാരത്തിലെത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ നൽകുന്നുമുണ്ട്. അത്തരമൊരു ഉത്തരത്തിലേക്ക് ഇടതുപക്ഷം എത്തുന്നതിന്റെ പ്രധാന കാരണവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും തന്നെയാണ്. ശക്തമായ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ UDF പ്രതീക്ഷയോടെ നേരിടുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ട്രെൻഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആകമാനം ഇന്ത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമായിരുന്നു. അതിന്റെ നേരിയ പ്രതിഫലനം കേരളത്തിലും ഉണ്ടായി. കൂടാതെ തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തപ്പെട്ടു. എന്നാൽ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷയേറെയായിരുന്നു. പക്ഷേ CPMന്റെ പ്രതീക്ഷ മുഴുവൻ ചേലക്കരയിലുമായിരുന്നു. ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ചേലക്കര CPM നിലനിർത്തുകയും ചെയ്തു. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ നേടിയെടുത്ത ചേലക്കര വിജയം CPMന്റെ ആത്മവിശ്വാസം ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രയോഗിക്കാൻ പോകുന്നത് ചേലക്കര മോഡലായിരിക്കും. ചേലക്കരയിലെ ജനവിധി പരിശോധിക്കുമ്പോൾ ഇത്തവണ CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച UR പ്രദീപിന് ലഭിച്ചത് 64,259 വോട്ടുകളാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന് ലഭിച്ചത് 52,626 വോട്ടുകളുമാണ്. BJP സ്ഥാനാർത്ഥിയായ K ബാലകൃഷ്ണൻ നേടിയത് 33,609 വോട്ടുകളും. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അധികമായി ചേലക്കരയിൽ 9,000 വോട്ടുകൾക്ക് മുകളിലാണ് BJP നേടിയത്. SDPI വോട്ടുകളാകട്ടെ PV അൻവറിന്റെ DMKയ്ക്കും കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ SDPI വോട്ടുകളും PV അൻവറിന് ലഭിച്ച വോട്ടുകളും ചേരുന്നതാണ് CPMന്റെ ഭൂരിപക്ഷ വോട്ടുകൾ. ശക്തമായ ഭരണവിരുദ്ധ വികാരവും അൻവർ ഇഫക്റ്റുമാണ് ഈ വോട്ടുകളെ ഭിന്നിപ്പിച്ചത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ചേലക്കരയും കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വോട്ടുകൾ സ്വന്തമാക്കേണ്ടിയിരുന്നത് കോൺഗ്രസിനായിരുന്നു. പക്ഷേ അത് കോൺഗ്രസിന് ലഭിക്കുന്നില്ല. അതായത് ഭരണവിരുദ്ധതയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തുന്നില്ല. മറിച്ച് ആ വോട്ടുകൾ ഭിന്നിപ്പുണ്ടാവുകയും അത് PV അൻവറിലേക്കും BJPയിലേക്കും മാറുന്ന സാഹചര്യമാണ്. 2026 ഈ രാഷ്ട്രീയ സാഹചര്യം CPMന് അഥവാ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. CPMന്റെ രഹസ്യ കണക്കനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110ഓളം മണ്ഡലത്തിൽ BJPയുടെ വോട്ട് നില ഉയരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ CPMന്റെ അടവനുസരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ വോട്ടുകളെ തന്നെ സ്വാധീനിക്കാനുള്ള നീക്കമാണ് ഉണ്ടാവുക. ആ നീക്കം ഫലവത്താകുമെന്ന പ്രതീക്ഷയും ഇടതുപക്ഷത്തിനുണ്ട്. നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം തന്നെ ചേലക്കര മോഡൽ ചർച്ച ചെയ്യുകയും ചെയ്യും. ചേലക്കര വിജയത്തിന്റെ പ്രധാന കാരണം സംഘടന ശക്തമായി തന്നെ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിൽ CPM പാലക്കാടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് ചേലക്കരയ്ക്ക് തന്നെയാണ്. അത് വ്യക്തമാക്കുന്നതാണ് പിണറായി വിജയന്റെ പോലും ഒന്നിലധികം തവണയുള്ള പ്രചരണ യാത്രകൾ. അത്തരത്തിൽ സംഘടനാ സംവിധാനം ശക്തമാക്കാൻ സാധിച്ചാൽ മൂന്നാം തവണയും വിജയം നിഷ്പ്രയാസം സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ ഇത്തവണ CPM നേതൃകേന്ദ്രങ്ങളിൽ ഉണ്ട്. താഴെത്തട്ടിലെ
അടിത്തറ ഭദ്രമാക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുക എന്നത് തന്നെയായിരിക്കും ആദ്യപടി. അതിനായി പൊതുജന സമ്പർക്കവും ക്ഷേമ പദ്ധതി പ്രഖ്യാപനവുമെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ബാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇനി 1.5 വർഷം കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ തന്നെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഇടതുപക്ഷത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നാലും 2021-ലേതിന് സമാനമായ രീതിയിൽ തന്നെ വിജയം വരിക്കാനാകുമെന്ന പ്രതീക്ഷ ഇത്തവണ CPM തള്ളിക്കളയുന്നില്ല.